ഒരാളും അള്ളാഹു അയാൾക്ക് തീരുമാനിച്ച റിസ്ക് തീരാതെ മരിക്കുന്നില്ല. അള്ളാഹു തീരുമാനിച്ച റിസ്ക് പൂർണ്ണമായി ലഭിച്ചിട്ട് ഇവിടുന്ന് മരിക്കും. അതുകൊണ്ട് നിങ്ങൾ ധൃതി പിടിക്കണ്ട. വൈനടുത്തായാലും നിങ്ങൾക്ക് കിട്ടേണ്ടത് കുറച്ച് താമസിച്ചിട്ടാണ് കിട്ടുക തന്നെ ചെയ്യും. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് കിട്ടണമെന്ന് ആഗ്രഹിച്ച് നാളെ കിട്ടും, ഈ വർഷം കിട്ടണമെന്ന് ആഗ്രഹിച്ച് അടുത്ത വർഷം കിട്ടും. അള്ളാഹു തീരുമാനിച്ചിട്ടില്ല അത് കിട്ടാതെ നിങ്ങൾ മരിക്കൂല, അത് കിട്ടിയിട്ടേ നിങ്ങൾ മരിക്കും. അതുകൊണ്ട് നിങ്ങൾ ധൃതി പിടിച്ച് അള്ളാഹു ഹറാമാക്കിയ മാർഗങ്ങളിലൂടെ സമ്പാദിക്കാൻ നിൽക്കണ്ട. അള്ളാഹ് ഹറാമാക്കിയതൊക്കെ വിട്ടേക്ക്. അള്ളാഹ് ഹലാലായ വഴിയിലൂടെ മാത്രം നിങ്ങളുടെ റിസ്കിനെ നിങ്ങൾ തേടുക. കിട്ടുന്നത് നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് 4 മാസം പ്രായമായപ്പോൾ അള്ളാഹു 4 കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ റിസ്ക്കാണ്. നമ്മൾ എത്ര റിസ്ക് കഴിക്കണമെന്ന് പഠിച്ചത് അന്ന് തീരുമാനിച്ചതാണ്. അതിലൊന്നും കൂടുകയില്ല കുറയുകയില്ല. 2 നമ്മുടെ അജലാണ്, അവധിയാണ്, ആയുസ് തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു സെക്കൻഡ് കൂടുകയില്ല കുറയുകയില്ല. നമ്മുടെ അമലും തീരുമാനിച്ചിട്ടുണ്ട്, നമ്മുടെ വിജയപരാജയങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് 4 എഴുതപ്പെട്ട കാര്യമാണ്. അത് അന്ന് എഴുതിയതാണ്, തീരുമാനിച്ചതാണ്. അതിൽ നിന്ന് കൂടാനും കുറയാനും പോകുന്നില്ല. അതുകൊണ്ടാണ് ഒരു വീട്ടിൽ മരണം സംഭവിക്കുമ്പോൾ അസ്രായേൽ അലൈഹിസ്സലാം റൂഹ് പിടിച്ചു കൊണ്ടുപോയിട്ട് തിരിച്ചു വരും. എന്നിട്ട് ആ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത്, വീടിന്റെ മുൻഭാഗത്തെ വാതിലിൽ ഇങ്ങനെ കൈവച്ചിട്ട് വീട്ടുകാരോട് വിളിച്ചു പറയുന്നുണ്ട്. അവര് കരയുമായിരിക്കും. ഇസ്രായേൽ ചോദിക്കും, നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങളുടെ വാപ്പാനെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്, പക്ഷേ മാ അബുക്കൈത്തുലഹു റിസ്ക, വാപ്പാടെ റിസ്ക്കൊന്നും ഞാൻ എടുത്തിട്ടില്ല. നിങ്ങളുടെ വാപ്പ ഈ ലോകത്ത് കഴിക്കേണ്ട അവസാനത്തെ അരിമണിയും ഇറങ്ങിപ്പോയിട്ടുണ്ട്, അവസാനം ചെല്ലേണ്ട പഞ്ചസാരയും പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പിടിച്ചിട്ടുള്ളൂ. ആ മനുഷ്യന്റെ ഒരു റിസ്ക് ഞാൻ കൊണ്ടുപോയിട്ടില്ല. അയാൾ തിന്നേണ്ടതൊക്കെ തിന്നിട്ടുണ്ട്. ഒമാബുക്കൈത്തുലഹു ഉംറ, അയാളുടെ ആയുസ്സിനും ഒന്നുപോലും ഞാൻ എടുത്തിട്ടില്ല. അയാൾ ജീവിക്കേണ്ട അവസാന സെക്കൻഡ് ജീവിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിടിച്ചത്. ഇനി ഒരു സെക്കൻഡ് അയാളോട് ജീവിക്കാനില്ല. നിങ്ങൾ എന്തിനാ കരയണത്? കരഞ്ഞിട്ട് കാര്യമില്ല. ഇത് സംഭവിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും നടക്കേണ്ട സമയത്ത് നടന്നിട്ടുണ്ട് എന്ന് അസ്രായേൽ അലൈഹിസ്സലാം വിളിച്ചു പറയും. പക്ഷെ നമുക്കത് കേൾക്കാൻ കഴിയത്തില്ലാത്തേ ഉള്ളൂ. അതുകൊണ്ട് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മൾ ധൃതി പിടിച്ചിട്ട് ഹറാമിലൂടെ സമ്പാദിക്കാൻ നിൽക്കണ്ട. എങ്ങനെ ശ്രമിച്ചാലും കിട്ടേണ്ടതേ കിട്ടും. അത് തീരുമാനിക്കപ്പെട്ട കാര്യമാണ് എന്നാണ്. അല്ലാഹു തആല നമ്മുടെ സമ്പാദ്യങ്ങളെ ഹലാലാക്കി തീർക്കുമാറാകട്ടെ. മരണം വരെ റിസ്ക് അല്ലാഹു ഹലാലായ റിസ്ക് കഴിക്കാൻ തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.